വേറൊരു പേഷ്യൻ്റ് ഇത് 47 വയസ്സായ പേഷ്യൻ്റ്, പക്ഷേ തേർഡ് മാരേജാണ്. ഫസ്റ്റ് മാരേജിൽ അവർ വേഗം തന്നെ അവർ വിഡോ ആയായിരുന്നു. സെക്കൻഡ് മാരേജിൽ അവർക്ക് കുറേ ഡൊമസ്റ്റിക് വയലൻസ്, ആൽക്കഹോളിക് ഹസ്ബൻഡ്, കുറേ പ്രശ്നങ്ങളുണ്ടായി. അതിലവർക്ക് 2 പ്രാവശ്യം അബോർഷനായിപ്പോയി. പിന്നെ ഒരു കുട്ടി ന്യൂ ബോൺ ഡെത്തായി. അപ്പോൾ അവരുടെ ഭയങ്കര ആദ്യത്തെ ഇതിൽ ഹസ്ബൻഡ് മരിച്ചു, രണ്ടാമത്തെ ഇതിൽ 2 അബോർഷൻ കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായത് ഇതായി. പിന്നെ ഹസ്ബൻഡ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഇത് കഴിഞ്ഞിട്ട് അതും ഡിവോഴ്സിൽ ഇതായിട്ട് അവർ തേർഡ് മാരേജിൽ, എന്നിട്ടും ദേ കെപ്റ്റ് ട്രൈയിങ്. തേർഡ് മാരേജ് ആളുടെ ഫസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇവർക്ക് ഏജും കൂടിയല്ലോ. അതിനകത്ത് അവർ IVF ഫെയിൽഡ്, DE ഫെയിൽഡ്. അതിനകത്ത് അവർ IVF ചെയ്തത് ഫെയിലായി, ഡോണർ എഗ് ചെയ്തതും ഫെയിലായി. ബൈ ദ ടൈം അവരുടെ ഏജും കൂടിയല്ലോ. എന്നിട്ട് അവർക്ക് ആക്ച്വലി ഡോണർ എഗ് വിത്ത് സറഗസി ചെയ്തിട്ട് കുട്ടിയുണ്ടായി. തമാശ എന്താണെന്ന് വെച്ചാൽ മറ്റേ നൗ ദേ വെരി വെരി ഹാപ്പി. എന്ന് വെച്ചാൽ ഡോണർ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് സാമ്പിളാണല്ലോ. അപ്പോൾ ലൈക്ക് ഇതിൽ തേർഡ് മാരേജാണ്. ഫസ്റ്റ് ശരിയായില്ല, സെക്കൻഡ് ശരിയായില്ല, ഇത്രയും ട്രോമ ഉണ്ടായി. അവർ പല പ്രാവശ്യം ഡിപ്രഷൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തിരിച്ചു വന്നു. പക്ഷേ ഷീ ഈസ് സച്ച് എ സ്ട്രോങ് ലേഡി. തേർഡ് ടൈം ലൈക്ക് ഇത്ര IVF ഫെയിലായി, ഡോണർ ഫെയിൽ, ആ പെർസിസ്റ്റൻസ് ആൻഡ് ഫൈനലി ആയി. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഇത് നല്ല കഥയാണ്. ലൈക്ക് യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി അവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഇത് ലൈക്ക് എല്ലാ ഏജിലും പേരൻസ് ആവാനായിട്ടൊരു അവകാശമുണ്ട്. ഇപ്പോൾ നിയമം അനുസരിച്ച് അവർ 50 years 50 വയസ്സ് കട്ട് ഓഫ് വെച്ചേക്കണത്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. മെഡിക്കലി സ്പീക്കിംഗ് കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടെ മേ ബി കൂടുതലായിരിക്കാം. 50 വെച്ചിരിക്കുന്നത് ലേഡീസിനാണ് അല്ലേ? 50 ലേഡീസിനാണ്, ആണുങ്ങൾക്കല്ല. അപ്പോൾ ഇതെന്താ വെച്ചേക്കണെന്ന് വെച്ചാൽ മെനോപോസ് തന്നെയാണ് വെച്ചേക്കണേ അവർ. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ IVF-നും ഡോണർ എഗിനും സറഗസിക്കും എല്ലാത്തിനും 50 ബാധക.